വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:21 വാക്യം. അവൾ ഒരു മകനെ പ്രസവിക്കും. യെസ്. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകനാണ്. എന്തിന് രക്ഷിക്കുന്നു? ഏന്ന് രക്ഷിക്കുന്നു? ഞാൻ ഓർപ്പിക്കാം, പ്രധാനമായും മാനവജാതിയുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായത്. സഹോദരങ്ങളെ, മനുഷ്യരെല്ലാവരും, സകല മനുഷ്യരും പാപികളാണെന്ന വിശുദ്ധ സത്യവേദ പുസ്തകം പറയുന്നു. ബൈബിൾ മാത്രമല്ല, ലോകത്തിലെ അംഗീകരിക്കപ്പെടുന്ന എല്ലാ ഗ്രന്ഥങ്ങളും ഓർപ്പിക്കപ്പെടുന്നുണ്ട്. മനുഷ്യൻ പാപിയാണ്. വേദങ്ങൾ ഓർപ്പിക്കുകയാണ്, പാപിയല്ലാതെ ഒരു നരനും ഭൂതലയില്ല. അപ്പോൾ സകല മനുഷ്യൻ പാപികളാണെന്ന് വേദങ്ങൾ ഓർപ്പിക്കപ്പെടുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട് മനുഷ്യൻ പാപിയാണെന്ന്. പക്ഷെ പാപിയില്ലാത്ത ഒരുവനെ കുറിച്ചും ആ പുസ്തകത്തിൽ പറയാതെ പോയിട്ടില്ല. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ഭൂമിയിൽ വന്നു. അവൻ ഇബ്ലീസിന്റെ കുത്തേൽക്കാത്തവനാണെന്ന് ആ ഗ്രന്ഥവും സാക്ഷ്യം പറയുന്നുണ്ട്. ഇബ്ലീസിന്റെ കുത്തേൽക്കാതെ വന്ന ഒരുവനേ ലോകത്തിലുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അങ്ങനെ വരേണ്ട വന്നത്? നമ്മളെല്ലാവരും ദൈവത്തിന് അകന്നുപോയി. ആദ്യ മാതാപിതാക്കൾ ദൈവകൽപ്പന ലംഘിച്ച് ദൈവത്തിന് അകന്നു പോയപ്പോൾ നമ്മെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ, നമുക്ക് രക്ഷയൊരുക്കാൻ, നിത്യജീവൻ നൽകാൻ, ദൈവസമാധാനം നൽകാൻ, ദൈവീക സന്തോഷം നഷ്ടപ്പെട്ടു പോയ നമുക്ക് ദൈവീക സന്തോഷം വീണ്ടെടുത്ത് നൽകാൻ കാലസമ്പൂർണതയിൽ യേശു കർത്താവ് ഭൂജാതനായി. ഞാൻ ബൈബിളിലെ വേദവാക്യങ്ങൾ തെളിയിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 10-11 വേദവാക്യങ്ങളിൽ യേശുവിന്റെ ജനനസമയത്ത് സ്വർഗീയ ഏഞ്ചൽ ദൂതൻ അറിയിക്കുന്ന സന്ദേശം ഇതാ: ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അടുത്ത 11-ാം വാക്യം ഇങ്ങനെയാണ്: കർത്താവായി ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. കർത്താവായ യേശു കർത്താവ് ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി അവതരിക്കുമ്പോൾ ദൂതന് പറയാനുള്ള സന്ദേശം ഇതായിരുന്നു: ഭയപ്പെടേണ്ട. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഭയവും ഭാരവുമായി സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ പോകുന്ന സർവജനത്തിനും സന്തോഷം നൽകാൻ, സമാധാനം നൽകാൻ ആമേൻ യേശു കർത്താവ് ഭൂജാതനായി. യേശുവിന്റെ ജനനം നമുക്ക് സന്തോഷം നൽകാനാണ്. യേശുവിന്റെ ജനനം നമുക്ക് സമാധാനം നൽകാനാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഇനി ആത്മഹത്യയാണ് പ്രശ്നപരിഹാരം എന്ന് ചിന്തിച്ച് നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആത്മഹത്യ ഒരു പ്രശ്നത്തിൽ പരിഹാരമല്ല. ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. അത് ഒന്നുകൂടി നമ്മുടെ ജീവിതത്തെ ഒരു വലിയ ഗർത്തത്തിലേക്ക്, നാശത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് എന്റെ എളിയ ഭാഷയിൽ, എളിയ അറിവിൽ ഞാനൊന്ന് പറഞ്ഞു ഫലിപ്പിക്കാനായി ശ്രമിക്കാം. ഞങ്ങളുടെ സ്നേഹിതന്മാർ പറഞ്ഞു കേട്ട ഒരു പദം ഇങ്ങനെ ഞങ്ങൾ പറയാറുണ്ട്: പാത്രത്തിൽ
നന്നായി വെട്ടിത്തിളച്ചുകൊണ്ടിരുന്ന പാലിന് ആ പാത്രത്തിൽ ഇരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അത് അടുപ്പിലേക്ക് ചാടുക. പാത്രത്തിൽ നിന്നിരുന്നെങ്കിൽ ആ വെട്ടിത്തിളച്ച പാല് അടുപ്പിൽ വീണ പാലിന്റെ അവസ്ഥ നമ്മൾ ഓർത്തു നോക്കി. ഈ പാത്രത്തിന്റെ അടുത്ത് നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് ചൂടിന്റെ ആധിക്യം കൊണ്ട് എടുത്തു ചാടി വലിയ തീയിലേക്ക്. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ നിത്യ നരകത്തിലേക്കാണ് നാം നമ്മുടെ ആത്മാവിനെ നയിക്കുന്നതുള്ള കാര്യം യാഥാർത്ഥ്യത്തെ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ഇന്ന് രാത്രി ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ വിലയേറിയ ഭൂലോകത്തേക്കാൾ വിലയുള്ള ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ പാടില്ല. ഒരാത്മാവിന്റെ വില ഭൂലോകത്തേക്കാൾ വലുതാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഇങ്ങനെയുള്ള കൺവെൻഷനൊക്കെ നടത്തുന്നതിന്റെ പുറകിലുള്ള ഞങ്ങളെ ചേതോവികാരം എന്ന് പറയുന്നത് ഒരു കാലത്ത് ആത്മഹത്യ പ്രശ്നപരിഹാരമാണെന്ന് ചിന്തിച്ച് ജീവിച്ച ജീവിതം നയിച്ചവരായിരുന്നു ഞങ്ങൾ. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകിയ, ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം നൽകിയ, ഞങ്ങൾക്ക് സമാധാനം എന്ന ഒരു രക്ഷകൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതുപോലെ സന്ദേശം മറ്റു തലങ്ങളിലൊക്കെ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ നിലയിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ കാര്യമെന്ന് പറയുന്നത് യേശു കർത്താവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ച സമാധാനം. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആത്മഹത്യ പ്രശ്നം ആ ചിന്ത മാറി. ഇന്ന് ഞങ്ങൾക്ക് മദ്യത്തിന്റെ ആവശ്യമില്ല, ഇന്ന് ലഹരിയുടെ ആവശ്യമില്ല. മദ്യത്തിന്റെയും ലഹരിയുടെ ഒക്കെ പുറകെ പോയ ജീവിതത്തിന്റെ നാളുകൾ ഇവിടെ ഇരിക്കുന്ന പലരിലും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബോധ്യമായി യേശു കർത്താവ് ജീവിതത്തിലേക്ക്, ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ, ഹൃദയത്തിന്റെ അൽത്താരയിൽ യേശുവിന് ഇടമുണ്ടെങ്കിൽ, യേശു വസിക്കുന്ന ദൈവമന്ദിരമായി നമ്മുടെ ഹൃദയങ്ങൾ മാറിയാൽ, വിശുദ്ധ ബൈബിൾ പറയുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? അടുത്ത പദം, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ഈ മന്ദിരം വിശുദ്ധമായി സൂക്ഷിപ്പാനുള്ളതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കുവാൻ മദ്യപാനം കൊണ്ടോ ലഹരി കൊണ്ടോ അല്ല, ആത്മഹത്യയിൽ കൂടെയോ അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, സ്നേഹിതരെ, എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ പറയട്ടെ, അതിൽ പരിഹാരമല്ല. അത് ജീവിതത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമാണ്, ജീവിതത്തിൽ ഒളിച്ചോട്ടമാണ്. ആ പോക്ക് നിത്യ നരകത്തിലേക്കാണ്. നിത്യ നരകത്തിൽ നിന്ന് ചിലതെങ്കിലും നിത്യജീവന്റെ അവകാശം പ്രാപിക്കണം, ദൈവസമാധാനത്തിന് ഉടമകളാകണം. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ പ്രദേശത്തിന്റെ പല ഇടങ്ങളിൽ വലിയ കവലകളൊന്നുമില്ല, 10 വീടുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ യേശുക്രിസ്തു സമാധാനദായകനാണെന്നുള്ള സന്ദേശങ്ങൾ ഇവിടെ പല വീടിന്റെയും വാതിൽക്കൽ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. എന്തിനാ ഞങ്ങൾ പറയുന്നറിയാമോ? ഏതെങ്കിലും തകർന്ന ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് യേശു കർത്താവ് ഹൃദയത്തിൽ വന്നാൽ നിത്യജീവൻ ലഭിക്കും. സ്വർഗത്തിൽ ഒരുമിച്ച് കാണാമെന്നുള്ള സന്തോഷമാണ്. അവർ ഞങ്ങൾക്കൊന്നും തരാൻ വേണ്ടിയോ അവരിൽ ഞങ്ങൾ വാങ്ങാൻ വേണ്ടിയല്ല. അവരുടെ കുടുംബം നശിക്കരുത്, അവരുടെ കുടുംബത്തിന് തകർച്ച ഉണ്ടാകരുത്. നമുക്കറിയാം, ആത്മഹത്യ ചെയ്ത് ജീവിതം നഷ്ടമാക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അല്ല, എന്റെ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലെ പ്രശ്നങ്ങൾ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ജീവിക്കുന്ന ചിന്തിച്ചിട്ടുള്ള കാലങ്ങൾ എന്റെ മുമ്പിലുണ്ട്. ക്രിസ്തീയ കുടുംബങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന ദിവസങ്ങൾ ക്രിസ്മസ് ഒക്കെയാണല്ലോ. ഏറ്റവും കൂടുതൽ ക്രിസ്മസിന്റെ ആനന്ദമൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയാതെ അറിയാം. ഇന്നത്തെ ആളുകളെല്ലാം ചിന്തിക്കുന്നത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ 2 കുപ്പി പൊട്ടിക്കുന്നതും പിന്നെ അതിന്റെ ആഘോഷവും മറ്റു നക്ഷത്രങ്ങളും എല്ലാം അതിന്റെ ആർഭാടങ്ങളൊക്കെയാണെന്ന്
ചിന്തിച്ചിരുന്നൊരു കാലഘട്ടം എന്റെ പുറകിലും ഉണ്ടെന്നുള്ള കാര്യം ഞാൻ പറയട്ടെ. പക്ഷേ 1985 ക്രിസ്മസിന്റെ ദിനം എന്റെ വീട് ദുഃഖത്തിന്റെയും വേദനയുടെയും ഭാരത്തിന്റെയും ജീവിതാനുഭവങ്ങൾ കൂടെ കടന്നുപോയ ജീവിതത്തിന്റെ നാളുകൾ എന്റെ പുറകിലുണ്ട്. എന്റെ അനുജൻ വെടിവെച്ച് മരിച്ച ആ ദിനത്തെ ഇന്നും ഞാൻ ഓർക്കുന്നു. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിൽ, പേര് ക്രിസ്ത്യാനി എന്ന് ആയതിന്റെ പേരിൽ ദൈവിക സമാധാനം വരത്തില്ല കേട്ടോ. ദൈവിക സമാധാനം ഉള്ളങ്ങളിൽ വരണമെങ്കിൽ സമാധാനത്തിന്റെ പ്രഭുവായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ജീവിതത്തിലേക്ക് കടന്നു വന്നെങ്കിൽ ദൈവിക സമാധാനം നമുക്കുണ്ടാകത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവിക സമാധാനത്തിന് ഉടമകളായി ഞങ്ങൾക്ക് തീരാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാമത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. വേഗത്തിൽ അടുത്ത വേദഭാഗത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 4-5 വേദവാക്യങ്ങൾ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയി ഈ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കണം. ബൈബിൾ ഇല്ലാത്തവർ, സ്നേഹിതരെ, ഞങ്ങളുടെ ആളുകളോട് പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ജൈന ദേശത്തുണ്ടല്ലോ, നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് എങ്കിൽ ഇംഗ്ലീഷ്, മലയാളമെങ്കിൽ മലയാളം, തമിഴെങ്കിൽ തമിഴ്, ഏത് ഭാഷയാണോ ഞങ്ങൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ബൈബിൾ തരാം. അപ്പോ കൂടെ വായിച്ചാട്ടെ. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കുവാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവത്തിന്റെ, മഹാദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള ഈ ആഗ്രഹം എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്നു. സത്യം എന്താണെന്ന് അറിയണം. അതെല്ലാവർക്കും അറിഞ്ഞെന്ന് വരത്തില്ല. ഗവർണറായിരുന്ന പീലാത്തോസിന് സത്യം മുമ്പിൽ വ്യക്തമായി വെളിപ്പെട്ടിട്ടും മനസ്സിലായില്ല കേട്ടോ. പീലാത്തോസ് ചോദിച്ചു, സത്യമെന്ത്? വാട്ട് ഈസ് ട്രൂത്ത്? എന്താ സത്യം? ക്രിസ്തു തന്റെ മുമ്പിൽ വ്യക്തമായി നിന്നിട്ടും സത്യം എന്താണെന്ന് ഗവർണർ പീലാത്തോസ് പിടികിട്ടിയില്ലെന്ന്. സത്യം വ്യക്തമായി അറിഞ്ഞിട്ടും പീലാത്തോസ് സത്യത്തെ കണ്ടിട്ടും ഗ്രഹിച്ചിട്ടും അത് വേണ്ടതുപോലെ മനസ്സിലായില്ല. ഉടനെ സംഭവിച്ചതറിയാമോ? താൻ വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഈ വചന സന്ദേശം കേൾക്കുന്നതോട് ഞാൻ പറയാം, ഇന്ന് രാത്രി ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വ്യക്തമായി വരച്ചു കിട്ടുമ്പോഴും നാം ഇതുപോലെ കൈ കഴുകി ഒഴിഞ്ഞു മാറല്. ക്രിസ്തുവിനെ നമുക്ക് അംഗീകരിക്കാൻ അവസരമുള്ളപ്പോൾ കസേരയല്ല വലുത്, നമ്മുടെ സ്ഥാനമല്ല വലുത്, പദവിയല്ല വലുത്. ക്രിസ്തുവിനെ രക്ഷകനായി, നാഥനായി ഉള്ളത്തിൽ ഏറ്റെടുക്കാമെങ്കിൽ നിത്യതയാണ് വലുത്. മിസ്സിസ് പീലാത്തോസ് ആ രാത്രി അവൾക്കുണ്ടായ സ്വപ്ന നിമിത്തവും പറഞ്ഞു, താങ്കൾ ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. പക്ഷേ തനിക്ക് വെള്ളമെടുത്ത് കൈകഴി ഒഴിഞ്ഞു മാറാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി സത്യങ്ങളെ അറിയുമ്പോൾ ഒഴിഞ്ഞു മാറല്ലേ? എന്താണ് സത്യം? വായിച്ചാട്ട് അടുത്ത വാക്യം. 1 തീമോഥെയോസ് ലേഖനം 2-ാം അധ്യായത്തിൽ 4-ാം വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. 5-ാം വാക്യം. ദൈവം ഒരുവനല്ലോ. യെസ്, ദൈവം ഒരുവനല്ലോ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. യെസ്, അടുത്തത്. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. ആമേൻ. എന്താ സത്യം? സത്യം പലതില്ല കേട്ടോ, സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യം പറയുകയാണ്,
ദൈവം ഒന്നേ ഉള്ളൂ, ഒന്നേ മുക്കാലില്ല. എന്താ സത്യം? ഒരു ദൈവം. വായിച്ചു, ഒന്നുകൂടി വായിക്കാം. ദൈവം ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി, എല്ലാവർക്കും വേണ്ടി, മറുവിലയായി, എല്ലാവർക്കും വേണ്ടി. നമ്മൾ പ്രാരംഭത്തിൽ വായിച്ച നമ്മുടെ കുറിവാക്യം എന്താണെന്നറിയാമോ? ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ സത്യത പറയുന്നത്, ദൈവം ഒന്ന്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി. ഞാൻ ആ മധ്യസ്ഥ ഭാഗത്തേക്ക് പോകുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാം നിങ്ങളുടെ ഭവനങ്ങളിൽ പോയി നിങ്ങളുടെ ബൈബിൾ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ ഉപയോഗിക്കുന്ന ബൈബിളിന് പ്രത്യേകിച്ച് ഹെഡിങ് ഇല്ല. റോമൻ കത്തോലിക്ക ബൈബിൾ ആണെങ്കിൽ അതിന് ഹെഡിങ് ഉണ്ട്. ഈ പറയപ്പെട്ട വാക്യത്തിൽ തൊട്ട് മുകളിൽ കിടക്കുന്ന ഹെഡിങ് ഇങ്ങനെയാണ്: ഏക മധ്യസ്ഥൻ ക്രിസ്തു. നിങ്ങൾ വായിച്ചാൽ മതി. കൂടുതൽ അറിയണമെങ്കിൽ ചോദിച്ചാൽ മതി. ഇപ്പൊ ഞാൻ ഭാഗത്തേക്ക് പോകുന്നില്ല. എന്നിട്ട് അടുത്ത് പറയുകയാണ്, അടുത്തത്, അവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുവേശു തന്നെ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ ആദരണീയരായ ദൈവഭക്തന്മാരായ എന്റെ നല്ലവരായ സ്നേഹിതരോട്, ശ്രോതാക്കളോട് ഞാൻ പറയട്ടെ, ഭാവികളായ നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവസാനത്തുള്ള രക്തവും ചീന്തപ്പെട്ടത് ലോകത്തിലെ മറ്റാരുമല്ല. വേറെ ആരും നമുക്ക് വേണ്ടി മരിച്ചിട്ടില്ല. വേറെ ആരും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു മാത്രമേ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രായശ്ചിത്ത യാഗമായി തീർന്നിട്ടുള്ളൂ. ഇതാണ് ബൈബിളിന്റെ കൺസെപ്റ്റ്. ബൈബിൾ പറയുന്ന ഇതാണ്. സ്തോത്രം. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മറുവലയായി, പ്രായശ്ചിത്തമായി, യാഗമായി. വിശുദ്ധ ബൈബിളിൽ എല്ലാ ഭാഗവും ഞാൻ എടുത്തു വായിപ്പിക്കുന്നില്ല. റോമലേഖനം 3-ാം അധ്യായത്തിൽ അത് 23 വേദവാക്യങ്ങളിലാണ്. ഒരു വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ദൈവം തന്റെ പുറമയിൽ നമ്മെ വിശുദ്ധീകരിക്കണം, നീതീകരിക്കണം, നമ്മെ വീണ്ടെടുക്കേണ്ടതിന് യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇരുകളന്മാരുടെ നടുവിൽ ഗോൽഗോഥാ കുന്നിന്മേൽ യേശുവിനെ പരസ്യമായി നിർത്തിയതിനറിയുമോ? അവങ്കിലേക്ക് നോക്കുന്ന ഏതൊരു പാപിക്കും പാപത്തിന് മോചനമുണ്ടാകേണ്ടതിന് യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ആ പരസ്യമായ നിർത്തിയ ആ ക്രൂശിന് മുകളിൽ എഴുതപ്പെട്ട വാക്യങ്ങളൊക്കെ ഉണ്ട്, വചനങ്ങളൊക്കെ ഉണ്ട്. അവൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. അവന്റെ ജനനത്തിൽ പറഞ്ഞു രാജാവായി പിറന്നവൻ. അവന്റെ മരണത്തിൽ പറയുകയാണ് ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന്. അത്രയും ബോധ്യം. എന്നിട്ട് ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു, എഴുതപ്പെട്ടതാണ്, നീങ്ങപ്പെടാത്തതാണ്. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്ത് വളരെ വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളിലാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന വേദവാക്യം. ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്ന കുഴപ്പമില്ല, നല്ലതാണല്ലോ. ഞാൻ തുടങ്ങിയത് ആമുഖമായി പറഞ്ഞ വാക്യം ഇതായിരുന്നല്ലോ. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളെ വായിച്ച് കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്തിലെ വചനങ്ങൾ വായിച്ചു കേൾക്കുന്ന ഒരു അനുഗ്രഹമല്ലേ? നിശ്ചയമായും. അങ്ങനെയെങ്കിൽ ആ വേദവാക്യങ്ങൾ
ഒന്ന് വായിച്ച് 1 കൊരിന്ത്യർ 15:3-4 വാക്യങ്ങൾ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവഴുത്തിൻ പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. മതി. ക്രിസ്തുവിന്റെ മരണം തിരുവഴുത്തിൻ പ്രകാരമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ ജനനം തിരുവഴുത്തിൻ പ്രകാരമായിരുന്നു. എനിക്കിന്ന് രാത്രി അതെല്ലാം വിവരിക്കാനായി എന്റെ മുമ്പിൽ സമയം അനുവദിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജനനം തിരുവഴുത്തിൻ പ്രകാരമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ വളർച്ച തിരുവഴുത്തിൻ പ്രകാരമായിരുന്നു. യേശു എവിടെ ഭൂജാതനാകണമെന്ന് ഈ തിരുവഴുത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ അതുപോലെയാണ് യേശു ജനിച്ചത്. മീഖാപ്രവചനം 5-ാം അധ്യായത്തിൽ 3 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അവൻ എവിടെ ജനിക്കണമെന്ന തിരുവഴുത്തിൽ യേശുവിന്റെ ജനനത്തിന് ഏകദേശം 600-700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചു. ജനിക്കേണ്ട സ്ഥലം. ഇനി പറയട്ടെ, യേശുവിന്റെ മരണത്തെ കുറിച്ച് പറയുകയാണ്. ഞാനത് വിവരിക്കാൻ പോയ സമയം പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ മുന്നോട്ട് വേഗം പോവുകയാണ്. യേശുവിന്റെ മരണവും ഇവിടെ നമ്മൾ വായിച്ചത് തിരുവഴുത്തിന് പ്രകാരം. ഒരു സത്യം ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിന്റെ ജനനവും യേശുവിന്റെ ജീവിതവും യേശുവിന്റെ മരണവും തിരുവഴുത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിൻ പ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കുറിച്ച് അവൻ ആരിൽ നിന്ന് ജനിക്കണമെന്ന് പറഞ്ഞു? യെശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ പറഞ്ഞു, കന്യക ഗർഭിണിയായി. സ്തോത്രം. ആ തിരുവഴുത്തെല്ലാം അതുപോലെ ആ യേശുവിനെ കുറിച്ച് പറയുന്നത് അവൻ അത്ഭുത മന്ത്രി, വീരന ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശു അതുപോലെയായിരുന്നു. യേശുവിന്റെ ജീവിതമെല്ലാം അതുപോലെയായിരുന്നു. യേശുവിന്റെ ശുശ്രൂഷയെല്ലാം അതുപോലെയായിരുന്നു. അവനൊരു അത്ഭുത മന്ത്രിയാണ്. തെളിവ്, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാൻ 5 അപ്പം കൊണ്ട് 5000 പേർക്ക്, പുരുഷന്മാർക്ക് തന്നെ. സ്ത്രീകളുടെ എണ്ണം ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ ഇന്ന് നമ്മൾ നോക്കിയാൽ പുരുഷന്മാർക്കാണ് സ്ത്രീകളുടെ എണ്ണമാണ് കൂടുന്നത്. പുരുഷന്മാരുടെ എണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ബൈബിളിന്റെ കണക്കെല്ലാം ശ്രദ്ധിച്ചാൽ ബൈബിൾ എപ്പോൾ പറയുന്നത് ഏറ്റവും ചെറിയ സംഖ്യയാണ് അവിടെ ഓർപ്പിക്കപ്പെടുന്നത്. എന്താ കാര്യം അറിയാമോ? യേശുവിന് അങ്ങനെ വലിയ പുരുഷാരത്തിൽ നമ്മൾ 500 ഉണ്ടെങ്കിൽ 50,000 പറയുന്ന രീതി നമുക്കുള്ളത്. പക്ഷേ കർത്താവിന്റെ പുസ്തകം പറയുന്നത് സ്ത്രീകളുടെ കുട്ടികളുടെ എണ്ണം വിട്ടേച്ച് 5000 പുരുഷന്മാർ നിറച്ചെടുത്തു 12 കൊട്ട. യേശു ആരാണ്? ഒരത്ഭുത മന്ത്രിയാണ്. അവൻ കൈകാര്യം ചെയ്യാത്ത വകുപ്പില്ല കേട്ടോ. ലോകത്തിൽ കൈവിടപ്പെട്ട ഏത് രോഗമായിരുന്നാലും, കൈവിടപ്പെട്ട ഏത് പ്രശ്നമായിരുന്നാലും അവന് കൈകാര്യം ചെയ്യാൻ ഒരു വിഷമവുമില്ല. ദൈവത്തിന് പറയുന്ന വാക്യങ്ങൾ എങ്ങനെയാണ്? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാം, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും യേശു കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെക്കാൾ യേശു വലിയവനാണ്. മുഴുവൻ വൈദ്യന്മാർ കൊടുത്തിട്ടും സൗഖ്യം പ്രാപിക്കാതിരുന്ന ഒരു സഹോദരി യേശുവിനെ കുറിച്ച് വർത്തമാനം കേട്ടു. ആ വർത്തമാനം കേട്ട് അവൾ ഹൃദയത്തിൽ തീരുമാനിച്ചു, ഞാൻ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്ങനെ തൊടും, ഞാൻ രക്ഷപ്പെടും എന്ന് അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞതാണ് വായിക്കുന്നത്. ഉള്ളം കൊണ്ട് പറഞ്ഞു.
അവൾ ഉള്ളം കൊണ്ട് പറഞ്ഞ് വലിയ പുരുഷാരത്തിനിടയിൽ കൂടെ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട മാത്രയിൽ അവളുടെ രക്തസ്രവം മാറി. 12 വർഷമായി വൈദ്യന്മാരെ ഏറിയൊന്ന് സഹിച്ചവളായിരുന്നു. ഇന്ന് രാത്രി ജീവിതത്തിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുമായി, രോഗങ്ങളുമായി, വൈദ്യശാസ്ത്രങ്ങളെ സഹായിക്കാൻ കഴിയാത്തതിന് ഏതെങ്കിലും പ്രതിസന്ധികൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, വിശ്വാസത്തിൽ കർത്താവിനെ തൊടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ ആരും സൗഖ്യം പ്രാപിക്കാതെ പോകത്തില്ല. ഇന്ന് രാത്രി ഈ കർത്താവ് അത്ഭുത മന്ത്രിയാണ്. യേശു സമാധാനത്തിന്റെ പ്രഭുവാണ്. ഒരു കാലത്ത് ജീവിതത്തിൽ സമാധാനമില്ലായിരുന്നു. യേശു എന്റെ ഉള്ളത്തിൽ കടന്നു വന്നു. യേശുവിനെ രക്ഷകനായി കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോൾ എന്റെ ഉള്ളത്തിൽ ദൈവിക സമാധാനം കടന്നു വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവ സമാധാനമില്ലാത്തവരായി ആരെങ്കിലും ഈ രാത്രി ഈ ഉച്ചഭാഷയുടെ ശബ്ദ പരിമിതിയിൽ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യേശു സമാധാനദായകനാണ് കേട്ടോ. അവൻ നമ്മുടെ ഒരു നേർച്ച കാഴ്ചയും ആവശ്യമില്ല, നമ്മുടെ ഒന്നും അവൻ ആവശ്യമില്ല. അവൻ സർവത്തിന്റെയും ദാതാവാണ്. അവന് നമ്മുടെ ഒരു വസ്തുവകയും ആവശ്യമില്ല. ഒന്നേ ആവശ്യമുള്ളൂ, വിശ്വസിക്കാനൊരു ഹൃദയം, അംഗീകരിക്കാനൊരു മനസ്സ്. ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ അസമാധാനം, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും നിങ്ങളെ സഹായിപ്പാൻ യേശു ക്രിസ്തു മതിയായവൻ. ആമേൻ. ഞാൻ പറയട്ടെ, പറഞ്ഞു വന്ന വിഷയം ഇതായിരുന്നു. യേശുവിന്റെ ജനനം തിരുവെഴുത്തിൻ പ്രകാരമായിരുന്നു. യേശുവിന്റെ മരണവും തിരുവെഴുത്തിൻ പ്രകാരമായിരുന്നു. എന്നാൽ ലോകത്തിലെ മഹാന്മാരുടെ സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ മരണത്തെ ജയിച്ച ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇത് രാത്രി ഞാൻ പറയാം, യേശുവിന്റെ ജനനം പോലെ ഒരു ജനനവും, യേശുവിന്റെ ജീവിതവും ശുശ്രൂഷയും പോലെ ശുശ്രൂഷയും, യേശുവിന്റെ മരണം പോലെ മരണവും, യേശുവിന്റെ ഉയർപ്പ് പോലെ ലോകത്തിലെ ആരും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ആമേൻ. യേശു ക്രിസ്തു ആരാണ്? ഇന്നലകളിൽ, ഇന്ന്, നാളുകളിലും അവൻ മാറാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തുന്നതിന്റെ കർത്താവ് താൻ യോഹന്നാൻ അപ്പോസ്തലൻ സാക്ഷി പറയുകയാണ്. യോഹന്നാൻ, നീ ഭയപ്പെടേണ്ട കേട്ടോ, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്. ഹല്ലേലൂയ. ആ വേദവാക്യോട് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വേദവാക്യം. വെളിപ്പാട് പുസ്തകം 1-ന്റെ 18-ാം വാക്യം. ഞാനും ജീവനുള്ളവനുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെല്ലാം വിശുദ്ധ കരങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. നാം ആരാധിക്കുന്ന ഈ ആരാധ്യൻ അവൻ ആരാണ്? അവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലെ സകല മഹാന്മാരുടെ കല്ലറകൾ ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ തുറക്കപ്പെട്ട ഏക കല്ലറ കർത്താവായ യേശുവിന്റെ കല്ലറ മാത്രമാണ്.
നാം മറ്റെല്ലാവരും ബഹുമാനിക്കുന്നു. ലോകത്തിൽ തന്നെ ഇവിടെ എല്ലാം കല്ലറയിന്ന് വളഞ്ഞു കിടക്കുകയാണ്. ഭാരതത്തിന് വാനമ്പാടി എന്ന് വിശേഷിക്കപ്പെടുന്ന സരോയിഡ് നായിഡു മഹാത്മാഗാന്ധിയുടെ ശവകുടീരത്തിലേക്ക് ആ ഡൽഹിയിൽ ആ ശ്മശാനഭൂമിയിലേക്ക് ചെന്ന് ഒരു ഞായറാഴ്ച പ്രഭാതത്തിൽ അവരിങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ബാപ്പുജി, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നതുപോലെ അങ്ങ് എഴുന്നേറ്റ് വന്ന് ഞങ്ങളുടെ ഈ ഭാരതഭൂമിയെ നയിച്ചാലും. അവരുടെ ആ ശബ്ദ പരിമിതിയിൽ ആ ഒരു പശ്ചാത്തലത്തിൽ മാത്രം ഒതുങ്ങി നിന്നതേ ഉള്ളൂ കേട്ടോ. ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവരാണ്. ഹല്ലേലൂയ. അവൻ ആദ്യനും അന്ത്യനുമാണ്. അവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അവിടുന്ന് രാത്രി തിരുവെഴുത്തിൽ ഓർപ്പിക്കാനുള്ള സന്ദേശം സകല ഭൂസീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. രക്ഷപ്പെടാൻ ഏക മാർഗം കർത്താവിലേക്ക് തിരികെ എന്നുള്ളതാണ്. രക്ഷയ്ക്കുള്ള ഏക മാർഗം ദൈവത്തെ അർപ്പിച്ചത് എങ്ങനെയാണ്? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 4-ന്റെ 12-ാം വാക്യം. എനിക്ക് വാക്യങ്ങൾ അറിയാമെങ്കിലും വായിച്ച് കേൾക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്ന ഭാഗ്യവാൻ എന്നുള്ളതുകൊണ്ട് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെസ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. രക്ഷയ്ക്ക്, പാപമോചനത്തിന്, മോക്ഷത്തിന്, നിത്യജീവന് വേറൊരു നാമവുമില്ല. ബാക്കി പലതിനൊക്കെ നാമം കാണും കേട്ടോ. പക്ഷേ രക്ഷപ്പെടാൻ, നിത്യജീവൻ പ്രാപിപ്പാൻ നൽകപ്പെട്ട ഏക നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമേ ഉള്ളെന്ന് ലോകത്തിൽ വന്ന സ്ലീഹന്മാരിൽ അന്ന് ആ കാലഘട്ടത്തെ അംഗീകരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇന്നത്തെ കാലഘട്ടം ഒന്നാമത്തെ പോപ്പെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്രോസ് പറയാനുള്ള ഇതായിരുന്നു, രക്ഷയ്ക്കേക നാമം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഈ വിശുദ്ധ തിരുവെഴുത്ത് ആധാരമാക്കി എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ എന്റെ ശ്രോതാക്കളോട് ഞാൻ വായിച്ച കുറിവാക്യത്തോട് ബന്ധത്തിൽ യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഇന്ന് രാത്രി യോഗ്യമായ വചനം, പഥ്യമായ വചനം, സത്യമായ വചനം, നിത്യജീവൻ നൽകുന്ന വചനം, നിത്യസമാധാനം നൽകുന്ന വചനം, നിത്യസന്തോഷം നൽകുന്ന വചനം, പാപിക്ക് രക്ഷ നൽകുന്ന വചനം, പാപമോചനം നൽകുന്ന വചനം യേശു ക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. വിശുദ്ധ സത്യവേദ പുസ്തകം പറയുന്നത് യേശു ക്രിസ്തുവിന്റെ വേറെ ഒരു പോംവഴി നമുക്ക് മുമ്പിലില്ല. പശുക്കിടാങ്ങളുടെയും ആട്ടുകുട്ടന്മാരുടെയും രക്തമൊക്കെ അത് ജഡീക ശുദ്ധിക്ക് വേണ്ടി മാത്രം ഉപകരിക്കപ്പെടുമ്പോൾ
മാനവജാതിക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിക്കപ്പെട്ട ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷ നൽകുന്ന, പാപമോചനം നൽകുന്ന യേശു ക്രിസ്തുവിന്റെ രക്തം, ഈ യേശു കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിക്കാൻ ഞാനൊരു പാപിയാണ്, കർത്താവ് എനിക്ക് പാപത്തിന് മോചനം വേണമെന്ന് തെളിവ് ഞാൻ പറയാം. യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടതായ ഒരു മനുഷ്യൻ യേശു എങ്ങനെ ഉള്ളവൻ ആണെന്നറിയാൻ ആഗ്രഹിച്ച് താൻ മുമ്പോട്ട് വന്നു. പക്ഷേ അവനൊരു തടസ്സം വളർച്ചയിൽ കുറികവനായിരുന്നു. ആ മനുഷ്യന്റെ പേര് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്ന സക്കായി എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഭാഷാന്തരത്തിലുള്ളത്. POC ബൈബിൾ ആണെങ്കിൽ സക്കേവൂസ് എന്നാണ്. ഒരു എബ്രായ പേരാണ് സക്കായി അല്ലെങ്കിൽ സക്കേവൂസ് എന്ന ഇത്. സക്കായിക്ക് സക്കേവൂസിന് സാധ്യമല്ലായിരുന്നു. താൻ തീരുമാനിച്ചു എന്തു വിഷയം വന്നാലും വേണ്ടില്ല, അല്പം ഓടാൻ തീരുമാനിച്ചു. അവൻ ആരാണെന്ന് പറഞ്ഞെന്നറിയാമോ? അവൻ ധനികനായിരുന്നു. മാത്രമല്ലായിരുന്നു, അവന്റെ ഉദ്യോഗത്തെക്കുറിച്ചും ആ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവരൊരു ടാക്സ് കളക്ടറായിരുന്നു. പക്ഷേ അതൊന്നും തനിക്ക് ധനമുണ്ടെന്നോ തനിക്കൊരു സ്റ്റാർ ഉണ്ടെന്നോ പദവി ഉണ്ടെന്നോ താൻ വിചാരിച്ചില്ല. താൻ വിചാരിച്ചു എനിക്ക് യേശുവിനെ കാണണം. അത് വിചാരിച്ചു അല്പം ഓടാൻ. പക്ഷേ ഓടി മനസ്സിലായി ഞാൻ ഓടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. താൻ പോകുന്ന വഴിയിൽ ഒരു കാട്ടത്തി മരം കണ്ടു. കാട്ടത്തി മരം താൻ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ താൻ വലിഞ്ഞു കയറി കൂട്ടിക്കോ, ഇറങ്ങിയത് ബന്ധപ്പെട്ടെന്ന് വായിക്കുന്നുണ്ട്. കാട്ടത്തിയുടെ പ്രത്യേകത കൊണ്ട് പറയാം, മറ്റെല്ലാത്തേക്കാളും കാട്ടത്തിൽ ഇല കൂടുതലായിരിക്കും. എനിക്കത് നന്നായിട്ടറിയാം. ഞാൻ സ്കൂൾ ജീവിതത്തിൽ സ്കൂൾ പഠനത്തിലായിരിക്കുമ്പോൾ എന്റെ ഒരു പറമ്പിൽ സാധാരണ ഒരു കാട്ടത്തി ഉണ്ടായിരുന്നു. അതിന് സയന്റിസ്റ്റുമാരായ ആളുകൾ വന്ന് അതിന്റെ കായൊക്കെ കൊണ്ടുപോയതും അവരതിനെ പരീക്ഷണം നടത്തിയതൊക്കെ ഞാൻ ഇന്ന് ഓർക്കുന്നു. ഇപ്പൊ സാധാരണ അത്തിയേക്കാളും കാട്ടത്തിയിൽ ഇല കൂടുതലായിരിക്കും. ബന്ധപ്പെട്ട് താന് ഏതൊരു കാട്ടത്തിയെ കയറി ഒറ്റ ആഗ്രഹം, യേശു അങ്ങനെ ഒന്നാണ്. സംഭവിച്ചേക്കണോ, ഈ കാട്ടത്തിയുടെ ചുവട്ടിലെത്തിയപ്പോൾ യേശു മുകളിലോട്ട് നോക്കി, സക്കായിയെ നീ വേഗം ഇറങ്ങി വരാൻ പറഞ്ഞു. എന്താ, ഒരാള് മുന്നോട്ട് ഓടിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നോ? സഹോദരങ്ങളെ, ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ പേര് കർത്താവിന് അറിയാം. ഈ ഉച്ചഭാഷ ശബ്ദപരിധി നിന്നും ഇരുന്നും കേൾക്കുന്നവരുടെ പേരറിയാവുന്ന ഒരു ദൈവമാണ് കർത്താവ്. ആ കാട്ടത്തിയുടെ ചോട്ടിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു, വേഗം ഇറങ്ങി വാ. വായിക്കുന്നത് ഇങ്ങനെയാണ്, ബന്ധപ്പെട്ടിറങ്ങി വന്നു. സക്കായുടെ യേശു പറഞ്ഞു, കേൾക്കണോ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കണ്ടു നിന്നർ കേട്ടു നിന്നർ പറയുന്ന കാര്യം കേൾക്കണോ, ഈ യേശുവിന് ഇവൻ ആരാന്നും തിരിച്ചറിയത്തില്ലേ, ഇവന്റെ ഉദ്യോഗം അറിയത്തില്ലേ,
ഇവനെ ആളെ തിരിച്ചറിയാതെയാണോ ഇവന് വീട്ടിൽ പാർക്കാൻ വന്നത്? വേറെ എത്രയോ വീടുകൾ കിടപ്പുണ്ട്. സഹോദരങ്ങളെ, യേശു നോക്കുന്നത് നിനക്ക് യേശുവിനെ അറിയാൻ മനസ്സുണ്ടോ എന്നാണ്. നിനക്ക് യേശുവിനെ അറിയാൻ മനസ്സുണ്ടോ? നിന്റെ വീട്ടിൽ പാർക്കാൻ യേശു ആഗ്രഹിക്കുന്നു. നിനക്ക് ധനമുണ്ടോന്നോ, നിനക്ക് സ്റ്റാർ ഉണ്ടോന്നോ അല്ല വിഷയം. യേശുവിനെ അറിയാൻ നിനക്കൊരു ആഗ്രഹമുണ്ടോ? യേശു എങ്ങനെയാ ഉള്ളവനാണെന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രി ഞാനൊരു സത്യം നിങ്ങൾ പറയാം. നിങ്ങൾക്ക് യേശുവിനെ കാണണമെങ്കിൽ നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അല്പം നിങ്ങൾ മുന്നോട്ട് ഓടേണ്ടി വരും. ഇല്ലെങ്കിൽ പുരുഷാര നിമിത്തം, അതിന്റെ ഏക കാരണം ഇവിടെ പറയുന്ന പുരുഷാര നിമിത്തം. പുരുഷാരം നമുക്ക് വേണ്ടതുപോലെ യേശുവിനെ കാണാൻ സമ്മതമാണെന്ന് പറ്റത്തില്ല. അതിന് മറ്റൊരു തെളിവിനെ പറയാം. കുരുടനായ ഒരു മനുഷ്യൻ യേശു പോകുന്ന അറിഞ്ഞിട്ട് യേശുവാണെന്ന് ഗ്രഹിച്ചപ്പോൾ അവൻ അവിടെ നിലവിളിക്കാൻ തുടങ്ങി, യേശുവേ ദാവീദ് പുത്രൻ, എന്നോട് കരുണ തോന്നണമേ. അവിടെ വായിക്കുന്നത് കേൾക്കണോ? മുന്നടന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. മുന്നടന്നവർ, ഇവർ യേശുവിനെ കണ്ടതിന്റെ സന്തോഷത്തിൽ പോകുമ്പോൾ ഈ കാണാത്തവനെ കുറിച്ച് ഇവർക്ക് ഒരു ബോധവുമില്ല. അവർക്കത് വിഷയമല്ല. പക്ഷേ അവൻ ആവശ്യക്കാരനാണ്. അവൻ നാളുകളായി ജന്മനോ അന്ധനായി ഇരിക്കുന്ന മനുഷ്യൻ, അവനെ ആളുകൾ വിലക്കി, ആളുകൾ പൊട്ടക്കണ, നീ ഇപ്പോൾ മിണ്ടാതിരിക്കുക, ഇപ്പൊ ഞങ്ങളുടെ സമയമാണ്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നറിയോ? ഏറ്റവും അധികം ഉച്ചത്തെ നിലവിളിച്ചു. യേശു നിന്നു. ആര് ശാസിച്ചോ അവരോട് പറഞ്ഞു അവനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഇന്ന് രാത്രി ഒരുപക്ഷെ സഹോദര, നിനക്ക് യേശുവിനെ അറിയണമെന്ന് ആഗ്രഹമുണ്ടാകാം. പക്ഷേ പുരുഷാരം, സമൂഹം നിനക്ക് തടസ്സമായിരിക്കാം. എന്നാൽ ആവശ്യം നിന്റേതാണ്. മറ്റൊരു കുരുടനെ കുറിച്ച് പറയുന്നുണ്ട്, യേശുവാണ് സൗഖ്യമാക്കുന്നത് പറഞ്ഞാൽ അവനെ പള്ളിപ്രശ്നനാക്കും. പക്ഷെ മാതാപിതാക്കൾ വളരെ ബുദ്ധിപരമായി പറഞ്ഞു, അവന് പ്രായമുണ്ടല്ലോ, അവനോട് ചോദിച്ചോളം പറഞ്ഞു. അവന് പറയാനുള്ളത് എന്താണെന്നറിയാമോ? യേശു എന്നെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാൻ കഴിയണം, യേശു എന്നെ സൗഖ്യമാക്കി. ഒരു കാലത്ത് ഞാൻ അന്ധതയിലായിരുന്നു, ഒരു കാലത്ത് എനിക്ക് കാഴ്ചയില്ലായിരുന്നു, ഒരു കാലത്ത് ഞാൻ അറിയാത്തവനായിരുന്നു. ഇനി ഞാൻ അറിയുന്നു. ധൈര്യത്തോടെ പറയാൻ കഴിയണം. നിങ്ങളെ വിളിക്കുന്ന, നിങ്ങളെ സ്നേഹത്തോടെ ജീവിക്കുന്നു. സഹോദരങ്ങളെ, ഒരുപക്ഷെ മാതാപിതാക്കൾ നിങ്ങളെ തള്ളിക്കളഞ്ഞ ആളായിരിക്കാം, സമൂഹത്തിൽ നിങ്ങൾ വേണ്ടായിരിക്കാം, ഭർത്താവിന്, ഭാര്യയ്ക്ക്, കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ വേണ്ടാത്ത ആളായിരിക്കാം, ഈ സമൂഹം നിങ്ങൾ വെറുക്കുന്നയാളായിരിക്കാം. നിങ്ങൾ ഏത് പശ്ചാത്തലത്തിൽപ്പെട്ട ആളാണെന്ന് കർത്താവിന് വിഷയമല്ല. ഇന്ന് രാത്രി യേശു കർത്താവ് വിളിക്കുന്ന ആരെന്നറിയുമോ? അധ്വാനിക്കും ഭാരം ചുമക്കുന്ന ഏവരുമേ നിങ്ങൾ എന്റെ അടുക്കൽ കടന്നു വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ജീവിതത്തിൽ ആശ്വാസമില്ലാതെ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ നീറുന്ന ജീവിതത്തിന്റെ അനുഭവത്തോടെയാണോ നിങ്ങൾ മുമ്പോട്ട് കടന്നു പോകുന്നത്? നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങളെ സഹായിപ്പാൻ ഈ യേശു മതിയായവൻ. തിരുവെഴുത്തിന് വെളിച്ചത്തിൽ ഞാൻ പറയാം, ഇന്ന് രാത്രി ദൈവത്തോട് അടുക്കാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ താല്പര്യമാണെങ്കിൽ, വിശുദ്ധ തിരുവെഴുത്തിൽ എബ്രായ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി സദാ ജീവിക്കുന്നവനാകയാൽ, സദാ ജീവിക്കുന്ന, രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ് നിങ്ങളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്.
നിങ്ങൾ ഏത് അവസ്ഥയിൽ നിന്ന് ഏത് പശ്ചാത്തലത്തിൽ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലായിരിക്കുന്നെന്ന് കർത്താവിന് വിഷയമല്ല. ഇന്ന് രാത്രി കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ, കർത്താവിന്റെ ഹിതം തിരിച്ചറിയാൻ നമ്മ മനസ്സാണെങ്കിൽ, തിരുവെടുത്ത് പറയുന്നത് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനം തിരിയണമെന്ന് ദൈവത്തിന്റെ കൽപ്പനയുണ്ട് കേട്ടോ. സുവിശേഷകന്മാരായ സുവിശേഷ തൽപരരായ ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ വന്ന് സഹോദര ഇന്ന് കേൾക്ക, ഇതൊന്ന് വായിക്ക്, ഇതൊന്ന് അറിയ എന്നൊക്കെ പറയാൻ വിനീതമായ കാല് പിടിച്ചുള്ള അപേക്ഷകളാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് അപേക്ഷയുള്ളപ്പോൾ ഒരു പോസ്റ്റ്മാന്റെ ഡ്യൂട്ടി പോലെയാ ഞങ്ങൾ ഈ അപേക്ഷ നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഇവിടെ ഇരിക്കുന്ന ജയിന് ഒരു എമർജൻസി ടെലഗ്രാം വരിക. ഇപ്പൊ ടെലഗ്രാം ഒന്നും ഇല്ലല്ലോ, ഇപ്പൊ എല്ലാം ഫോണാണല്ലോ. പണ്ടൊക്കെ നമുക്ക് ടെലഗ്രാം കമ്പി സന്ദേശം ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട്. തന്റെ ഫാദർ സുഖമെന്നോ അല്ലെങ്കിൽ വേഗത്തിൽ വരണമെന്നോ കത്ത് വായിച്ചു പോകാതിരിക്കാനുള്ള സാധ്യത ആർക്കുണ്ട്? ജയിലുണ്ട്. പക്ഷേ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലോ കോടതിയിൽ നിന്നോ ഒരു ഓർഡറാണ് വന്നതെങ്കിൽ ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ വരാം, എനിക്ക് നാളെ പണിയുണ്ട്, നാളെ വാർക്കയാ, പറഞ്ഞിരിക്കാൻ പറ്റുമോ? വിവരം അറിയും. പറഞ്ഞ സാറെ മനസ്സിലായോ? ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്ന് അറിയായുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കണം. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരം ദൈവത്തിന്റെ കൽപ്പന ഉള്ളതുകൊണ്ട് സുവിശേഷകന്മാരായ ഞങ്ങൾ നിങ്ങളോട് ഒരു അപേക്ഷ എന്ന നിലയിൽ പറയുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ കൂടെ കൽപ്പനയായിട്ട് പറയുന്നത് ദൈവമുഖം അന്വേഷിക്കുക, പാപത്തിന്റെ വഴികളോട് വിട പറയുക, ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക. ഇന്ന് രാത്രി ഒരു വാക്യം കൂടി, 2 വാക്യം കൂടി വായിച്ച് ഞാൻ എന്റെ സന്ദേശത്തിന് വിരാമം കുറിപ്പാനായി ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വേദവാക്യങ്ങളുടെ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിച്ച് ഞാൻ എന്റെ വാക്കിന് ഇവിടെ പുഷ്ടപ്പെടുവാനായി താല്പര്യപ്പെടുകയാണ്. എബ്രായ ലേഖനം, അവിടെ വേറെ മൈക്ക് കൊടുക്കാമോ? എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ വായിച്ചു, കുഴപ്പമില്ല, ഇവിടെ വായിച്ചാൽ കുഴപ്പമില്ല. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 27-28 വാക്യങ്ങൾ ഇവിടെ വായിച്ച് സഹായിക്കും. ഞാനിവിടെ പറഞ്ഞു വിടണോ? ഒരിക്കൽ മരിക്കുകയും ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇന്ന് രാത്രി പാപമോചകനായ, രക്ഷകനായ, അവൻ സൗഖ്യദായകനായ, വീണ്ടെടുപ്പുകാരനായ, സകല പാപങ്ങളെ പരിഹരിക്കുന്നവനായ, ഉയർത്തെഴുന്നേറ്റവനായ, അവനെ സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ സന്ദേശം നൽകുമ്പോൾ ഇവിടെ പറയുകയാണ് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ദൈവം മനുഷ്യക്കാർ നിയമിച്ചിരിക്കയാൽ ദൈവത്തിന്റെ നിയമനത്തിൽ നിന്ന് നമുക്കൊഴിവില്ല കേട്ടോ. ഒരിക്കൽ മരണമുണ്ട്, നമ്മുടെ മുന്നിൽ ന്യായവിധിയുണ്ട്. വരാൻ പോകുന്ന ന്യായവിധി നമുക്ക് ഒഴിവ് പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിലേക്ക് തിരിയണം. ദൈവത്തിന്റെ വചനമനുസരിച്ച് തയ്യാറാകണം. യേശുവിനെ
കർത്താവായ ഹൃദയത്തിൽ സ്വീകരിക്കണം, അവനെ കേൾക്കണം, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ഇന്ന് നമുക്ക് അവസരം ദൈവം തന്നിരിക്കുകയാണ്. എന്നാൽ നാം കർത്താവായ യേശുവിനെ രക്ഷകനെ സ്വീകരിക്കാതെ അംഗീകരിക്കാതെ നമ്മുടെ ജീവിതം ഇങ്ങനെ കഴിഞ്ഞു പോയാൽ ദൈവകോടതിയുടെ മുമ്പിൽ നാം നിൽക്കേണ്ട ഒരു ദിവസം മുമ്പിലുണ്ടെന്നുള്ള കാര്യവും കൂടെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ഓർപ്പിക്കുന്നു, രക്ഷപ്പെടാൻ എന്തു ചെയ്യണമെന്ന് ഒരു ജയിൽ സൂപ്രണ്ട് ഞാൻ രക്ഷപ്പെടാൻ എന്തു ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ആ ജയിൽ സൂപ്രണ്ടിനോട് സുവിശേഷകർക്ക് പറയാനുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ജയിൽ സൂപ്രണ്ടായാലും ഏത് സൂപ്രണ്ടായാലും ഏത് കൂലിപ്പണിക്കാരനായിരുന്നാലും ആമേൻ ഏത് തൊഴിലുറപ്പുകാരായിരുന്നാലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനമായ വിശുദ്ധ ബൈബിൾ ഓർപ്പിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷമായ മാർഗം. ഒരു ഉള്ള നേർച്ചയും നമ്മുടെ ഒരു കർമ്മങ്ങളുമല്ല. യേശു എനിക്ക് വേണ്ടി ഈ താണഭൂമി വന്നു, യേശു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. നമ്മൾ വായിച്ചു കേട്ടത് അവൻ പോയതുപോലെ മടങ്ങി വരും. യേശുവിന്റെ ഉയർപ്പിന് സാക്ഷ്യം വഹിച്ച ശിഷ്യന്മാരോട് പറഞ്ഞത്, ഗലീല പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗം യേശു പോയതുപോലെ മടങ്ങി വരും. സഹോദരങ്ങളെ, യേശു കർത്താവിന്റെ മടങ്ങി വരവിന്റെ അടയാളം എന്താണെന്ന് ശിഷ്യന്മാര് യേശു കർത്താവിനോട് ചോദിച്ചപ്പോൾ അതിന് പറഞ്ഞു കൊടുത്ത അടയാളങ്ങളാണ് ഇന്ന് നാം ലോകത്തിൽ കാണുന്ന സകല പ്രശ്നങ്ങളും, യുദ്ധവും, യുദ്ധശ്രുതികളും, ക്ഷാമവും, ഭൂകമ്പവും, സർവവും. എനിക്കിനി വായിപ്പിച്ച് പറയാൻ മുമ്പിൽ സാവകാശം കുറവായ കാലഘട്ടത്തെ കുറിച്ച് കൊണ്ട് അറിയണമെങ്കിൽ യേശു കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമേൻ, കാലഘട്ടത്തിന്റെ ആ കാലഘട്ടത്തിലെ പ്രവാചകനായ ഒരു അപ്പോസ്തലനായ ദൈവദാസൻ തീമോഥെയോസിന് 2-ാം ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ കാലത്തെക്കുറിച്ച് ഇതൊരു അന്ത്യകാലമാണ്. ഈ അന്ത്യകാലത്ത് പറയുകയാണ്, ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും ദാഷ്ട്യക്കാർ ഇന്നത്തെ സകല കാര്യവും അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത ഒരു തലമുറയുടെ കാര്യം കൂടെ പറഞ്ഞാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം അന്നത്തെ ഈ കാലഘട്ടത്തെക്കുറിച്ച് സത്യവേദ പുസ്തകം വളരെ കൃത്യമായി ഓർപ്പിക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, വിശ്വസിച്ച് അവന്റെ വചനം പ്രമാണിക്കുക, ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം, വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ആദ്യ ഘടകം ഹൃദയമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. അടുത്ത പടി, ഇന്ന് ജീവനോടെ ഇരിക്കാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ദൈവത്തെ കളിപ്പിക്കാതെ ദൈവത്തിന് വചനമനുസരിപ്പാൻ, കർത്താവെ ഞാനിത് എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിന്റെ കോടതി മുമ്പിൽ നിൽക്കുമ്പോൾ അവസരം കിട്ടിയിട്ടും ക്രൂശിലെ കള്ളനെ നോക്കിയും മറ്റൊക്കെ അവസരങ്ങളൊക്കെ പറഞ്ഞ് നാം മുന്നോട്ട് പോയാൽ നമ്മൾ പറയുന്നത് എന്താ അറിയോ? ക്രൂശെ കടന്ന കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പിന്നെ ഞാൻ സ്നാനപ്പെടണോ? ഞാൻ ഉള്ളത് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ ഈ വചനം പറയുന്നത് പോലെ ഉള്ള സ്നാനം നടന്നത് ആ കള്ളൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെല്ലാം വെള്ളത്തിലാണ്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ട് ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലാത്തത് കൊണ്ട് എനിക്ക് ജ്ഞാനസ്നാനം വേണമെന്ന് ആരും പറയരുത്. ലോകത്തിന് നല്ല മാതൃക കാണിക്കാൻ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ സ്നാനത്തിനു വേണ്ടി
ജ്ഞാനസ്നാനത്തിന് വേണ്ടി വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, അരുത്, അങ്ങേ എനിക്ക് ആവശ്യം. യേശു പറഞ്ഞു, ഇപ്പൊ സമ്മതിക്കണം, സർവനീതിയും പൂർത്തിയാക്കുന്ന എനിക്ക് ഉചിതമാണ്. ആ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് കയറിയപ്പോൾ പറയുന്ന സാക്ഷ്യം ഇതാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവത്തെ അനുസരിപ്പാൻ എത്ര പേര് തയ്യാറാകും? കർത്താവേ, ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു. അങ്ങേ ഞാൻ എന്റെ ഹൃദയത്തിലേക്ക് രക്ഷകനായി കർത്താവായി ഞാൻ ഏറ്റെടുക്കുന്നു. അവിടുത്തെ വചനം അനുസരിപ്പാനായി ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, എല്ലാ തലകളും അണക്കി എല്ലാ കണ്ണുകളും മൂടി ഈ രാത്രി നമുക്ക് ദൈവത്തിന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്നുള്ള ഈ വചന സത്യം ഞാൻ കേട്ടു. കർത്താവേ, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഇന്ന് രാത്രി കർത്താവേ, ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങ് പറയുന്നത് പോലെ അനുസരിപ്പാൻ, അവിടുത്തെ ഹിതം ചെയ്യാൻ ഞാൻ എന്നെ തന്നെ കർത്താവെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വരങ്ങൾ ഉയർത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഇന്ന് രാത്രി രോഗങ്ങളോ ജീവിതത്തിൽ ഭാരങ്ങളോ വേദനകളോടുകൂടി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ കൈയുയർത്തി മാതാവിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഇന്ന് രാത്രി പ്രാർത്ഥന ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കർത്താവിനായി സമർപ്പിക്കുവാൻ ഇന്ന് രാത്രി കൈയുയർത്തിയ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി ഈ ഉച്ചഭാഷ ശബ്ദപരിധിയിൽ ദൈവവചനം കേട്ട ഈ ദേശനിവാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത. ഈ വചനം കേൾക്കുന്നവരും കേൾപ്പിക്കുന്നവരും ഇതിലേക്ക് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരെന്നുള്ള നല്ല പദവിക്കായി സ്തോത്രം. ഞങ്ങൾ അനുസരിച്ച് ആ ഭാഗ്യവതിലെത്തുവാൻ, നിത്യതയിലെത്തുവാൻ ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾക്ക് കണ്ട് ആനന്ദിക്കുന്ന ആ നല്ല സുദിനം ഞങ്ങളുടെ മുന്നിലുണ്ടല്ലോ കർത്താവേ. ലോകസമൂഹമെല്ലാം ഞങ്ങളുടെ ആത്മമണവാളനായ കർത്താവിന്റെ മടങ്ങിവരെ വിളിച്ചറിയിക്കുമ്പോൾ ഒരുങ്ങി നിൽപ്പാൻ കൃപ തരണമെന്നാഥ. ഇന്ന് രാത്രി വചനം കേട്ട ഈ ദേശനിവാസികളായ ഈ പോരാളി പ്രദേശങ്ങൾ പാർക്കുന്ന ഇന്ന് രാത്രി ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെ ജനത്തെയും അവിടുത്തെ അഭിഷേകന്മാരെയും ദൈവജനത്തെയും എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തെ കാണിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മരണത്തിൻ ഘോരതര വിഷപ്പല്ലോ തകർത്തതാകയാ. മരണത്തിൻ ഘോരതര വിഷപ്പല്ലോ തകർത്തതാകയാ. ഇനിപ്പെല്ലും ഭയമില്ല, മൃത്യുവിനെ നമ്മൾ വെല്ലോ വിളിക്കുകയാ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്റെ യേശു ജീവിക്കും പായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്റെ യേശു ജീവിക്കും പായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമി എനിക്കെല്ലാം എന്റെ സുഹൃത്തേ. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
കർത്താവ് ജീവിക്കുന്നു. നിത്യവാസമന്റെ യേശുവിൽ മുന്നിൽ മഹത്വത്തിനാ. നിത്യവാസമന്റെ യേശുവിൽ മുന്നിൽ മഹത്വത്തിനാ. ഇനി വെണ്ണീരാവേ നിർത്തുന്ന നാടുകൾ എണ്ണീരെ പാത്തിടുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഈ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശം കർത്താവിന്റെ ദാസനിലൂടെ കേൾക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചല്ലോ. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. സകല മനുഷ്യർക്കും സമാധാനം നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നെന്ന് ഇന്ന് രാത്രിയിലും ഈ ദേശത്തോട് വിളിച്ചറിയിപ്പാൻ തന്റെ അഭിഷിക്തദാസനെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉപയോഗിക്കാൻ ഇടയായി തീർന്നല്ലോ. കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ വേഗത്തിൽ ഓർമ്മിപ്പാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുകയാണ്. നാളെ രാവിലെ 9:30 മുതൽ AG യൂണിയൻ ചർച്ചിൽ വെച്ച് ഒരു ഫാമിലി കോൺഫറൻസ് നടത്തപ്പെടുകയാണ്. നാളെ രാവിലെ കൃത്യം 9:30 മുതൽ 1 മണി വരെയാണ് ഈ ഫാമിലി മീറ്റിംഗ് നടക്കുന്നത്. പാസ്റ്റർ ജബ യേശുദാസ് ഈ മീറ്റിംഗിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. കർത്താവിന്റെ ദാസൻ നാളെ രാവിലെ കടന്നു വന്ന ഈ മീറ്റിംഗിൽ ക്ലാസുകൾ എടുക്കുന്നതാണ്. കടന്നു വരുവാൻ താല്പര്യമുള്ളവർക്ക് ഓഞ്ഞിൽ AG ചർച്ചിൽ രാവിലെ 9:30 കടന്നു വന്ന ഈ മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നതാണെന്ന് ഇന്ന് രാത്രിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ നാളെ കൃത്യം 5:30 തന്നെ പ്രാർത്ഥിച്ച് ഗാന ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ എല്ലാ ദൈവമക്കളും ഇവിടെ പാർക്കുന്ന ദേശനിവാസികളെയും ഈ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. വിശേഷാൽ ഈ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ മറ്റ് സാമ്പത്തിക ചെലവുകൾ ആവശ്യങ്ങൾ ഇതിന് പിൻപിൽ ഉള്ളതുകൊണ്ട് നാളെയും മറ്റന്നാളുമായിട്ട് ഈ മീറ്റിംഗിനോടനുബന്ധിച്ച് നിങ്ങൾക്കും ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഉള്ള അവസരങ്ങളുണ്ട് എന്ന് ഇന്ന് രാത്രിയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഇന്ന് രാത്രിയിൽ കടന്നു പോകാം. പ്രാർത്ഥിപ്പാനായിട്ട് മുതുകാട് പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ ശശികുമാർ പാസ്റ്ററെ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദാസന് പ്രാർത്ഥിക്കുകയും MM മാത്യു പാസ്റ്റർ ആശീർവാദം പറയുകയും നമുക്ക് ചെയ്യാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകും. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഇന്ന് പകൽക്കാലം ആരംഭിച്ച 5:30 മണിക്ക് ആരംഭിച്ച ഈ സുവിശേഷ സന്ദേശത്തിന്റെ പ്രാരംഭ ദിവസത്തിൽ തന്നെ ശക്തമായ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ ദാസനെ ബലപ്പെടുത്തുവാൻ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നന്നായി ഗാനങ്ങൾ ആലപിക്കുവാൻ കർത്താവ് ദാസന്മാരെ ഇന്ന് പകൽക്കാലം ശക്തീകരിച്ചല്ലോ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാ ദേവദാസന്മാരും വിശേഷാൽ ഷെയ്നെ കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെ കടന്നു വന്ന ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ സ്റ്റേജിന്റെ പണികളൊക്കെ ചെയ്യുവാൻ കർത്താവ് ദാസന്മാരെ സഹായിച്ച എല്ലാ ദേവദാസന്മാരെ കർത്താവെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് വിശേഷം ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദിനത്തെ സ്വർഗം അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഈ ദേശത്ത് വ്യാപരിക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഒരു വായത്തിലുള്ള ഏത് വാളിനേക്കാൾ മോക്ഷയേറിയതും പ്രാണനെയും ആത്മാവിനെ സന്ധ്യമഞ്ജകളെ വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ദേശത്ത് വ്യാപരിക്കപ്പെട്ടതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനേക ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെടുവാൻ ഇടയാക്കി തീർക്കുമാറാകണമേ. ഇവിടെ വിതറപ്പെട്ട ദൈവത്തിന്റെ വചനത്തിൽ 30, 60, 100 മേനിയ വിളയുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ പരിസരവാസികളെല്ലാം സ്വർഗം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും മറ്റു വിഷയത്താൽ ഭാരപ്പെടുന്നവരെ എല്ലാ കർത്താവെ, ആത്മഹത്യ ചിന്തയോടിരിക്കുന്നവർ ഒരുപക്ഷെ
അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ അവസാന കഥാവെ കടന്ന് ഒരിക്കലും രക്ഷപ്പെടത്തില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഈ ദേശത്തുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെടുവാൻ ക്രിസ്തുവിലേക്ക് തിരിയുവാൻ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദേശവാസികളെ മുഴുവനായി ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ ഇന്ന് രാത്രികാൽ ദൈവ സൗഖ്യമാക്കുമാറാകണമേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവേ, ദൈവത്തിന്റെ വചനമുണ്ടല്ലോ, ഈ വചനം വിടുവിക്കുന്ന വചനമാകയാൽ ഇന്ന് ഈ വചനം കേൾക്കപ്പെട്ട വചനം അനേകർ വിടുവിക്കുന്നതാകിയാൽ ഈ വചനം കേട്ട് അനേകർക്ക് രക്ഷ പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ, രമന സന്ദർഭമന അർത്ഥുന രകനഘടകശ അനേകർ ദേശത്ത് സൗഖ്യം പ്രാപിക്കുവാൻ, അനേകർ വിടുതൽ പ്രാപിക്കാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ തുടർന്ന് 2 ദിവസത്തെ കൺവെൻഷൻ എല്ലാം അനുഗ്രഹിക്കുമാറാകണമേ. എല്ലാ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിൽ നടത്തപ്പെടുവാൻ ദൈവാത്മാ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ദാസന്മാരെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് രാത്രി വചനം കേട്ട ഈ ദേശത്തോടും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവുണ്ടായിരിക്കുമാറാകട്ടെ. ഈ രാത്രി നമുക്ക് ചെയ്യുന്ന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ വൈകിട്ടും പ്രാർത്ഥനയോടെ നേരത്തെ തന്നെ എല്ലാവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കൂടെ കൂട്ടിക്കൊണ്ടുവരുവാനായി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. കണ്ടു